ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് 2 ഓംലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ താറാവ് മുട്ടയാണ് ഞാൻ എടുത്തേക്കണം ഓംലേറ്റിന്. നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് സവാള എടുക്കണം. ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഈ പാത്രമാണ് എടുക്കണം കേട്ടോ. ഇതാകുമ്പോൾ ഉളുമ്പോണം ഉണ്ടാവില്ല. ഈ പാത്രം സ്റ്റീലിൻ്റെ പാത്രമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉളുമ്പോണമായിരിക്കും ആ പാത്രം. സോപ്പിട്ട് കഴിയാലും നമുക്കൊരു മണം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ 2 സവാള ഇതിലേക്ക് ഇടുവാണ്. കൊത്തി അരിഞ്ഞതാണ്. ഒരു 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നോക്കിയിട്ടിടാം. അപ്പോൾ നമുക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാം. താറാവ് മുട്ടയാണ്. ഒരു 3 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ 2 ഓംലേറ്റ് ആവുള്ളൂ. നമ്മൾ മുട്ട ഒഴിച്ച് ഉപ്പിട്ട് പച്ചമുളക് സവാള ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം നല്ലോണം. ഇതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഇതൊന്ന് അടിച്ചെടുക്കട്ടെ, അപ്പോഴേക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പം ഇത് അടിച്ച് വന്നിട്ടുണ്ട്. ഇത്തിരി പാലും ഉപ്പും പച്ചമുളകും എല്ലാം ഇട്ട് നല്ലോണം അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിലൊക്കെ ചെന്നാൽ ദോശ ഓംലേറ്റും ഒക്കെ ചോദിക്കില്ലേ, തട്ട് ദോശ ഓംലേറ്റ്, അതിന് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞാൻ പല കടകളിലും കണ്ടിട്ടുണ്ട്. രാത്രിയൊക്കെ നൈറ്റിലൊക്കെ നമ്മൾ വഴിയിൽ നടക്കാൻ പോകുമ്പോഴൊക്കെ ഈ തട്ട് ദോശ വിൽക്കണത് കാണാം. അതിൻ്റെ കൂടെ 2 ഡബിൾ ഓംലേറ്റ് 1 ഓംലേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഭയങ്കര ഇതായിട്ടാണ് കഴിക്കണത്. അപ്പോൾ നമ്മളിന്ന് മുട്ട ഓംലേറ്റ് മാത്രമാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ട് കൂടെ കഴിക്കാൻ, പക്ഷെ അത് ഉണ്ടാക്കി കാണിക്കുന്നില്ല. ഓംലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതിലാണ് ഓംലേറ്റ് ഉണ്ടാക്കണം കേട്ടോ. സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ചൂടായിക്കോട്ടെ. ഒരു തരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓംലേറ്റിന് അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട, എണ്ണ ഒന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. ഒരു ശകലം. ചട്ടി ചൂടായിക്കോട്ടെ. നമുക്ക് ഓംലേറ്റ് ഒഴിച്ചു കൊടുക്കാവേ. ഇവിടെ അടുത്ത് പള്ളിയിലുണ്ട്, പള്ളിയിൽ പെരുന്നാളാണ്. അപ്പം അമ്പെടുക്കണ ദിവസമാണ്. അപ്പം വെടിയൊക്കെ കേൾക്കും കേട്ടോ. വെടിക്കെട്ടൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് അമ്പലവും പള്ളിയൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ അമ്പലവും പള്ളിയൊക്കെ ഉണ്ട്. അപ്പം ഉത്സവ നാളിൽ ഉത്സവത്തിൻ്റെ ബഹളം, പള്ളിയിലെ ബഹളം. ഇപ്പം അമ്പ് വന്നുകൊണ്ടിരിക്കുവാണ് വഴി കൂടി. ഇപ്പം നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാവേ. ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക, അല്ലെ കട്ടയായിട്ട് നടുക്ക് നിൽക്കും. ഞാൻ ഇതിൽ കുരുമുളകൊന്നും ചേർക്കണില്ല കേട്ടോ. കുരുമുളക് ഇല്ല, അതുകൊണ്ടാണ് ചേർക്കാത്ത. കുരുമുളക് പൊടി ഇടുന്നത് നല്ലതാണ്. ഞാൻ കുറച്ച് ദിവസം ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവർ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറിച്ചിട്ട് കൊടുക്കാവേ. ഇത്തിരി നൈസായിപ്പോയി, അപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. കുറച്ച് പാലൊഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ മുട്ട ഓംലേറ്റിന്. സാധാരണ ഓംലേറ്റിൻ്റെ ടേസ്റ്റ് അല്ല ഇത്. നമുക്കിത് പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. അടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രം കണ്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിൽ മുട്ട ഓംലേറ്റിന് കലക്കുമ്പോൾ നല്ല ഇതാണ്. പക്ഷേ ഇതിന് സ്റ്റീൽ പാത്രം എടുക്കണ പോലെ ഉളുമ്പ് ഗുണം ഉണ്ടാവില്ല സോപ്പിട്ട് കഴുകിയാൽ. തീ കൂട്ടി കൊടുക്കാം. എല്ലാവർക്കും സുഖമല്ലേ? ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഞാൻ വീഡിയോ ഇടാൻ എന്താണെന്ന് വെച്ചാൽ കാടക്കോഴി എടുത്തിട്ട് ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഒന്ന് വിടാമെന്ന് വിചാരിച്ച്. കാടക്കോഴി ഇപ്പം അന്വേഷിച്ച് കിട്ടുമ്പോൾ ഞാൻ ഇടും കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാനും മറക്കണ്ടാരും. വെന്തോട്ടെ കേട്ടോ. അപ്പോഴേക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പം നമ്മുടെ ഓംലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം. നമ്മുടെ ഓംലേറ്റ് ഉണ്ട്. അടിപൊളി ഓംലേറ്റാണ് കേട്ടോ. എന്താ ഓംലേറ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഈ പാലും സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് ഇട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുരുമുളക് ചേർക്കണം. കുരുമുളക് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി വിതറി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ. എന്നാലും ഞാൻ ഒന്നും വീഡിയോയിൽ ഇടാനില്ലാഞ്ഞിട്ട് ഞാൻ ഇട്ടതാണ് ഇപ്പം. അതുകൊണ്ട് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അടുത്ത് തന്നെ നമുക്ക് കാണാം വീണ്ടും. ബൈ ബൈ.